വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൈപ്പിംഗ് ജെല്ലാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ കേക്കിൽ പേര് എഴുതാനും ഒക്കെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കോൺ സിറപ്പ് ഉപയോഗിച്ചല്ല നമ്മളിത് ചെയ്തെടുക്കുന്നത്. വേറൊരു മെത്തേഡ് വഴിയാണ്, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതിനായിട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ കൂടി അധികം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട എന്തെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിൽ പിന്നീട് അത് കുക്ക് ചെയ്യുന്ന സമയത്ത് കട്ടിയായിട്ട് കിട്ടുന്നതായിരിക്കും. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്ന് കൈവിടാതെ തന്നെ പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. ഇത് നന്നായിട്ട് കുക്കായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വെള്ള കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് വൈറ്റ് കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി വരുന്നുണ്ട്. നല്ലപോലെ ഒരു ഷൈനിങ് കളറായി വരുന്നവരെ നമുക്കിതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഒരുപാട് ലൂസായിട്ട് പോവാതെ തന്നെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിക്കുമ്പോഴേ ഇതൊന്ന് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനൊരു 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ആമസോണിൻ്റെ ഞാൻ ചെറിയൊരു നോസിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അതുകൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാനിത് ആമസോൺ വഴി ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു. 2 സെറ്റ് വെച്ചിട്ടുള്ളൊരു നോസിൽ സെറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. രണ്ടും സെയിം പ്രോഡക്റ്റ് തന്നെയാണ്. ഒരു ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു സെറ്റ്. ഇതിൽ 12 നോസിലും അതുപോലെ ഒരു പൈപ്പിംഗ് ബാഗുമാണ് വരുന്നത്. നല്ലൊരു നോസിൽ സെറ്റാണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു നോസിൽ സെറ്റാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇവരിതിൽ യൂസ് ചെയ്തിട്ടുള്ള നോസിലൊക്കെ. പിന്നെ പൈപ്പിംഗ് ബാഗ് വലിയ ക്വാളിറ്റിയുള്ള സാധനം അല്ലെങ്കിലും നോസിലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും അതുപോലെ ഇതിൻ്റെ റേറ്റും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി ഞാൻ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൈപ്പിംഗ് ജെല്ലിലേക്ക് ഞാൻ ആപ്പിൾ ഗ്രീനും അതുപോലെ റാസ്ബെറി റെഡിൻ്റെ പൗഡർ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് പിസ്ത എസൻസോ വാനില എസൻസോ സ്ട്രോബെറി എസൻസോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മളെ ചാനലിൽ ഒരു ഗീവ് അവേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഗീവ് അവേയുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് 2 പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം പേര് എഴുതാം. പൈപ്പിംഗ് ജെല്ല് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കുറേ പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരുടെ പേരും ഒന്നും എഴുതിയെടുക്കാനായിട്ട് സമയം കിട്ടിയില്ല, കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എല്ലാവരുടെ പേരും എടുത്ത് പറയുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഹായ് പറയാണേ.